ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പൊ തക്കുടുവിനെ രാവിലെ പള്ളി കൊണ്ടുവന്നാക്കാനായിട്ട് ചേട്ടായി പോകുന്നതാണ്. ഞാനും ചേട്ടായി ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ. ഞങ്ങൾക്ക് വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടില് എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരു കൊച്ചിന്റെ കല്യാണം നിശ്ചയമാണ്, വിവാഹ നിശ്ചയമാണ് കേട്ടോ. അപ്പൊ അതിന് രാവിലെ പോണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പോകുന്നില്ല കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും കടലക്കറിയായിരുന്നേ. അപ്പൊ അതൊക്കെ കഴിച്ചു. എന്നിട്ട് രാവിലെ തന്നെ കുറച്ച് പണികളുണ്ട്, അതൊന്ന് തീർത്തിട്ട് ഫംഗ്ഷന് പോകാന്ന് വിചാരിച്ചേ. അപ്പം ഞങ്ങളുടെ വീട്ടില് രണ്ട് റംബുട്ടാനുണ്ട്. ഒരു മഞ്ഞയുണ്ട്, ഒരു റെഡും ഉണ്ട്. ഈ റംബുട്ടാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതായത് അതിന്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം പറിച്ചെല്ലാം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിന് ഇതുപോലെ അതിന്റെ കമ്പൊക്കെ വെട്ടി അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാലാണ് നമുക്ക് അടുത്ത സീസണിലേക്ക് നന്നായിട്ട് കായൊക്കെ ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ചേട്ടായി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് സെറ്റാക്കി നിർത്തുന്നതാണ് കേട്ടോ. അപ്പം ഇത് മഞ്ഞ കളറുള്ളതാണ് കേട്ടോ. മഞ്ഞ കളറ് റംബുട്ടാൻ ഉണ്ടാവുന്നതാണേ. ഇനി അപ്പുറ സൈഡിൽ റെഡ് ഉണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സംഭവം ഒന്നുമല്ല, ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന ഒരു തോടാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടാവോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. തോടും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് തോടിന്റെ മേളിലാണ്. തോടിന്റെ മേളിൽ ഇങ്ങനെ സ്ലാബ് ഇട്ട് ഇങ്ങനെ വാർത്തേക്കുന്നതാ. അപ്പൊ അതിന്റെ മേളിൽ കൂടെ നടന്നു പോയിട്ടാണ് ഞാൻ എടുക്കുന്നത്. വീടിന്റെ സൈഡിൽ കൂടിയാണ് ഈ തോടി ഇങ്ങനെ പോകുന്നത്. ഇത് മഴക്കാലത്ത് ഇങ്ങനെ ഇപ്പൊ മഴ സീസൺ ആണല്ലോ, പക്ഷെ ഇപ്പൊ ഈ കൊല്ലം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാ. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഈ തോടിങ്ങനെ മെറ്റി വരമ്പൊക്കെ കവിഞ്ഞ് അപ്പുറത്തെ പാടത്തേക്കൊക്കെ കയറും. അപ്പൊ അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പൊ ഞാൻ ചുമ്മാ എടുത്തു എന്നുള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പം പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് കുളിച്ച് ഫ്രഷ് ആയതാ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആവാം കേട്ടോ. അപ്പം തൊട്ടടുത്ത് തന്നെയാണ് കല്യാണം. തൊട്ടടുത്ത് വെച്ചാൽ വീടിന്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലാണ് കേട്ടോ. എൻഗേജ്മെന്റ് ആണ്, കല്യാണം പിന്നെ ഉള്ളൂ. അപ്പൊ ഞാനും ചേട്ടായി മാത്രമാണ് കേട്ടോ പോകുന്നുള്ളൂ. തക്കുട് വരുമ്പോഴേക്കും ഉച്ച കഴിയും, 12:30 ആവും. 12:30 കഴിയും കേട്ടോ. സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലും കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിയുമ്പോഴേക്കും അത്രയും സമയമാവേ. അപ്പൊ അവൻ വരാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷനൊക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ പോകുന്നത്. 11 മണിക്കായിരുന്നു ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുണ്ട്. അപ്പൊ നമ്മൾ ആ വഴി ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ചെന്ന് തക്കുടുവിനെയും വിളിച്ച് പള്ളിയിൽ ചെന്ന് തക്കുടുവിനെയും വിളിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും വേറെന്താ വലിയ പരിപാടിക്ക് പോകുന്നതാണ്, നമ്മൾ ആ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തോന്നുന്നതാണ്. ഇത് വേറൊന്നും തന്നെ, നമ്മൾ വീട്ടിലേക്കുള്ള വൈകുന്നേരത്തേന് നമുക്ക് വല്ലതും കഴിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയതാണ് കേട്ടോ. തൃപ്പൂണിത്തുറയുള്ള മാർക്കറ്റിൽ പോയതാണ് കേട്ടോ. കുറച്ച് പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മൾ രാവിലെ ഇട്ട ഡ്രസ്സാണെന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെതാ വൈകുന്നേരം ചായയാണ് തക്കുടുമാണ് ഇന്ന് ചായ വെച്ചത്. അവനിങ്ങനെ കെറ്റിലിൽ ചായയൊക്കെ വെക്കും കേട്ടോ. അപ്പൊ അവൻ കട്ടൻ ചായയാണ് കേട്ടോ വെക്കുക. അവന് മാത്രം അവൻ പാൽപ്പൊടി ഇട്ടിട്ടുണ്ടാക്കും. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരും. അവൻ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കും. എനിക്കും ചേട്ടായിക്കും കട്ടൻ ചായയും. ഞങ്ങൾക്ക് പാൽപ്പൊടിയോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ അവൻ ചായയൊക്കെ വെച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. ചേട്ടായി അപ്പൊ ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതാണ്. വീട്ടിൽ ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് വൈകുന്നേരത്തിനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ രാത്രിക്കത്തേനുള്ള ഫുഡ് ഇനി കുക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് കല്യാണത്തിനൊക്കെ കഴിച്ച് വന്നത് കാരണം പിന്നെ ഈ ഉച്ചക്കത്തേനൊന്നും നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ വൈകുന്നേരത്തേന് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കോവയ്ക്ക ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണേ തോരൻ വെക്കാനായിട്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ചേട്ടായി ഇപ്പം എന്തെങ്കിലും ചായക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ചെറുകടി എന്തെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പതാ ചേട്ടായി ചായക്കുള്ള കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ 2 സാധനമാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. കേക്കും പിന്നെ എന്തോ ഒരു ബിസ്ക്കറ്റും. ഈ 2 നല്ല, പിന്നെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, സ്വീറ്റ് പൊറോട്ട, സ്വീറ്റ്നാന്നൊക്കെ പറയില്ലേ ആ സാധനം. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഈ സ്വീറ്റിന് എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്ത സാധനം കേട്ടോ. പക്ഷെ അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് മേടിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ആ സാധനത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ആ ബിസ്ക്കറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എന്തായാലും അതാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചു.
ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ, കറി വെക്കലും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അന്ന് നല്ലൊരു കാലാവസ്ഥ, രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലൊക്കെ മാറി, മഴയൊക്കെ മാറി, നല്ല വെയിലൊക്കെ തെളിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്നിട്ട് കുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് സുഖമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി, വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ട് ഫ്രൈ ചെയ്തിട്ട്, ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ മാത്രം. അപ്പൊ അതങ്ങനെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കൂല, അപ്പൊ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അല്ലാണ്ട് വെക്കാറുണ്ട്, ചില ദിവസം ഇങ്ങനെ വെക്കും. അങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം തോന്നുന്ന പോലെയൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യാറ്. അപ്പൊ എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചതും ചേർത്ത് ഒന്നും കൂടി വഴറ്റി, പിന്നെ നമ്മൾ ചിക്കനും ഒക്കെ ആഡ് ചെയ്ത്, പിന്നെ ഞാൻ തക്കാളി ആഡ് ചെയ്യണം. തക്കാളി ആഡ് ചെയ്യണതും ചിക്കൻ ആഡ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതൊക്കെ അത് കഴിഞ്ഞ് ചിക്കനും ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്തായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വിട്ടുപോയി ആ കാര്യം. അതൊക്കെ ആഡ് ചെയ്ത സമയത്ത് ഞാൻ മറന്നുപോയായിരുന്നു. പിന്നെ ചോറും വെക്കുന്നുണ്ട്, അപ്പുറത്ത് അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടി നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഞാൻ മറ്റേ കോവയ്ക്ക തോരനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മൂന്നുമാണ് ഇന്ന് വൈകുന്നേരത്തെ കലാപരിപാടികൾ. ഇത് മൂന്നും കൂടിയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട്, അതായത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോഴും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാണ്ട് സാധാ രീതി വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇഷ്ടമല്ല. അന്ന് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഡേ കഴിക്കാൻ നല്ലതാ, ബാക്കി എങ്ങനെ വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എടുക്കുമ്പം എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും. ചിക്കൻ, ബീഫൊക്കെ പിറ്റേ ദിവസം എടുക്കുന്നത് ഒന്നും കൂടി നല്ല ടേസ്റ്റ്. ചിക്കനും മാത്രം എന്താണോ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ സാധാരണ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചിക്കൻ എടുത്തേ കറി വെക്കത്തുള്ളൂ, ബാക്കി ഞങ്ങൾ പിന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കത്തുള്ളൂ. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കും. അപ്പൊ പിറ്റേ ദിവസം എടുത്താലും വലിയ ടേസ്റ്റ് മാറ്റം അങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പൊ അത് കാരണം ഇന്നിപ്പോ ചിക്കൻ ഫുള്ളായിട്ട് അങ്ങോട്ട് കറി വെച്ചു. ബാക്കി ഇനി വരുവാണെങ്കിൽ തന്നെ പിറ്റേ ദിവസത്തേനെ വേണമെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും വലിയ ടേസ്റ്റിൽ വലിയ മാറ്റം വരാറില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചോറ് വെന്തായിരുന്നു, അപ്പൊ അതൊക്കെ നൂറ്റി അങ്ങ് മാറ്റി വെച്ചു. അപ്പൊ ദാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഒന്നും കൂടി മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിയും പിന്നെന്താ ഞങ്ങളുടെ കുരിശുവര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.